നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഗുവാഹത്തി ഹൈക്കോർട്ട് ഹാസ് ജുറസ്ഡിക്ഷൻ ഓവർ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്സ്? ഗുവാഹത്തി ഹൈക്കോർട്ടിന് താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ജുറസ്ഡിക്ഷൻ ഉള്ളത്? നമുക്ക് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്റിൽ ലെജിസ്ലേച്ചർ പഠിക്കുവാനുണ്ട്, എക്സിക്യൂട്ടീവ് പഠിക്കുവാനുണ്ട്, അതുപോലെ ജുഡീഷ്യറി പഠിക്കുവാനുണ്ട്. ഇപ്പോൾ ജുഡീഷ്യറിക്കകത്ത് നമുക്ക് സുപ്രീം കോടതിയെക്കുറിച്ച് പഠിക്കുവാനുണ്ട്, ഹൈക്കോടതിയെക്കുറിച്ച് പഠിക്കുവാനുണ്ട്, അതുപോലെ ലോവർ കോർട്സ്, ഡിസ്ട്രിക്ട് കോർട്സിനെ കുറിച്ച് പഠിക്കുവാനുണ്ട്. നമ്മുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യറിയാണ്. കാരണം നമുക്ക് ഏറ്റവും താഴെ ലോവർ കോർട്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്സിൻ്റെ മുകളിൽ ഒരു സ്റ്റേറ്റിൽ ഏറ്റവും ഉന്നതമായ നീതിന്യായ കോടതി എന്ന് പറയുന്ന ഹൈക്കോടതികളുണ്ട്, അതുപോലെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്ന സുപ്രീം കോടതിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പിരമിഡൽ സ്ട്രക്ചറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ജുഡീഷ്യറിയുടെ ഫങ്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗുവാഹത്തി ഹൈക്കോർട്ടിൻ്റെ ജുറസ്ഡിക്ഷൻ താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനങ്ങളിലാണ്? അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 1, 2 and 3 only, ഓപ്ഷൻ ഡി all of the above. ഇതിൻ്റെ ഉത്തരം all of the above ആണ്. ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളിലെ ജുറസ്ഡിക്ഷൻ ഉള്ളത് ഏത് ഹൈക്കോടതിക്കാണ്? ഗുവാഹത്തി ഹൈക്കോടതിനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ കേരള ഹൈക്കോടതിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ജുറസ്ഡിക്ഷൻ ഉണ്ട്? കേരള ഹൈക്കോടതിക്ക് ഒരുപാട് സംസ്ഥാനങ്ങളുടെ ജുറസ്ഡിക്ഷൻ ഇല്ല, പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെയും അതുപോലെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും ഏത് ഹൈക്കോടതിയുടെ പരിധിയുടെ കീഴിലാണ് വരുന്നത്? അല്ലെങ്കിൽ ഏത് ഹൈക്കോർട്ടിൻ്റെ പരിധിയുടെ കീഴിലാണ് കേരളവും ലക്ഷദ്വീപും വരുന്നത്? അത് കേരള ഹൈക്കോർട്ട്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സാം ടെൻഷനിലൊക്കെ ചിലർ തെറ്റിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ആലോചിക്കാതെ ആൻസർ ചെയ്യും. അപ്പോൾ അവർ 1 മാർക്കോ 1.5 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കെയർലെസ് ആയിട്ടൊരു 3-4 മാർക്ക് നഷ്ടപ്പെടുത്തിയാൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഓരോ മാർക്കിൻ്റെയും വില, അല്ലേ? 1 മാർക്കിൽ തന്നെ ഡിഫറൻസിൽ എത്രയോ റാങ്ക് താഴോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സിലബസ് അധിഷ്ഠിതമായി നടന്ന PSCയുടെ എല്ലാ ചോദ്യപേപ്പറുകളും എടുത്തിട്ട് നിങ്ങളായിട്ട് തന്നെ അത് വിശകലനം ചെയ്യുക. അങ്ങനെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നൺ ഓഫ് ദി അബോവ്, ഓൾ ഓഫ് ദി അബോവ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സെപ്ഷണൽ, ഇത്തരത്തിലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. 1, ദ അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് എ പെർമനൻറ്റ് ഹൗസ്. All the members of Rajya Sabha are elected on the basis of proportional representation. Its chairman is elected from among its members. Options കൊടുത്തിരിക്കുന്നത് 1 and 2 only, option B 1 and 3 only, option C 2 and 3 only, option D none of the above. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദ അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ് എ പെർമനൻറ്റ് ഹൗസ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പാർലമെൻറ്റിന് 2 ഹൗസസ് ആണുള്ളത്. നമ്മുടെ പാർലമെൻറ്റ് പറയുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ്. കാരണം നമുക്കൊരു ലോക്സഭയുമുണ്ട്, ഒരു രാജ്യസഭയുമുണ്ട്. ലോക്സഭ ഹൗസ് ഓഫ് പീപ്പിൾ, ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സഭയാണ് ലോക്സഭ. അതുപോലെ രാജ്യസഭ ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സഭയാണ് രാജ്യസഭ. അപ്പോൾ അത്തരത്തിലുള്ള
കുറിച്ചാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം രാജ്യസഭ പിരിച്ചുവിടപ്പെടുന്നില്ല, അതൊരു പെർമനന്റ് ഹൗസ് ആണ്. ലോക്സഭയോ ഒരു പെർമനന്റ് ഹൗസ് ആണോ? അല്ല. ഓരോ 5 വർഷം കഴിയുമ്പോഴും അത് ഡിസോൾവ് ആവുന്നു, വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. അങ്ങനെയാണ് ലോക്സഭ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ്, all the members of Rajya Sabha are elected on the basis of proportional representation. അവിടെ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റുന്നു? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലേ രാജ്യസഭയുടെ ഇലക്ഷൻ നടത്തുന്നത്? തീർച്ചയായിട്ടും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന പ്രോസസ്സ് തന്നെയാണ് രാജ്യസഭയുടെ ഇലക്ഷനും അവലംബിക്കുന്നത്. കാരണം നമുക്കറിയാം, രാജ്യസഭ MP-മാരുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, MLA-മാരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. നമ്മൾ വോട്ട് ചെയ്യുന്നത് ലോക്സഭാ MP-മാരുടെ തെരഞ്ഞെടുപ്പിലാണ്. ആ ലോക്സഭാ MP-മാരുടെ തെരഞ്ഞെടുപ്പാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സ് പൂർത്തിയായ ഏത് ഇന്ത്യൻ പൗരനും വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലാണ്. അതാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നത് എങ്ങനെയാണ്? ഓൾ ദ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിന്റെയും, രാജ്യസഭയിലെ എല്ലാ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കാരണം 12 മെമ്പേഴ്സ് നോമിനേറ്റഡ് ആണ്. 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 3, ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്റ്റഡ് ഫ്രം അമോങ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ? ഇപ്പോൾ ലോക്സഭയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോക്സഭ കൂടുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ലോക്സഭ സ്പീക്കറാണ്. രാജ്യസഭയെ പ്രിസൈഡിംഗ് ചെയ്യുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ആ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് എ വൈസ് പ്രസിഡന്റ്. ആ വൈസ് പ്രസിഡന്റ് രാജ്യസഭയിലെ മെമ്പർ ആണോ? അല്ല. ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പർ ആയിരിക്കണമെങ്കിൽ ആ വ്യക്തി MP ആയിരിക്കണം. വൈസ് പ്രസിഡന്റ് MP ആണോ? അല്ല. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ വൈസ് പ്രസിഡന്റ് രാജ്യസഭയെ പ്രിസൈഡ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്റ്റഡ് ഫ്രം അമോങ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ്. ആ മെമ്പേഴ്സിൽ നിന്നും ചെയർമാൻ ഇലക്ട് ചെയ്യപ്പെടുന്നു. തെറ്റ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, 2 and 3 only. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. അപ്പോൾ സിലബസിൽ നമുക്ക് ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെ കുറിച്ചും പഠിക്കുവാനുണ്ട്. ലോക്പാൽ സെൻട്രലിലുള്ളതാണ്, ലോകായുക്ത സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ ലോക്പാൽ ബില്ലൊക്കെ വന്നു, എന്നിട്ടും ലോക്പാലിനെ ഇതുവരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റായിട്ടുള്ള ലോക്പാൽ ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ABCD 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. അപ്പോൾ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് ആണ് ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ ആരാണ്? ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പ്രസന്റ് ചെയർപേഴ്സന്റെ പേരും എഴുതി വെക്കുക. അതുപോലെ ലോകായുക്ത, പ്രസന്റ് ലോകായുക്ത ആരാണ് എന്ന് എഴുതി വെക്കുക. ഇത്തരത്തിൽ നമ്മൾ കുറച്ചൊന്ന് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് പൂർണ്ണമായും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പോക്സോ? അല്ലേ? അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള സെക്ഷലായിട്ടുള്ള ഹരാസ്മെന്റ്സ്, സെക്ഷലായിട്ടുള്ള പീഡനങ്ങൾ, അതൊക്കെ പ്രിവെന്റ് ചെയ്യുവാൻ വേണ്ടി ഉള്ള നിയമമാണ് പോക്സോ. അങ്ങനെ പോക്സോ ആക്ട് പ്രകാരം നിരവധി പേര് ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ പത്രത്തിലെ വാർത്ത വായിക്കാറുണ്ട്. അപ്പോൾ ആ പോക്സോ ആക്ടിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പോക്സോ എന്ന വേർഡിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ്. അപ്പോൾ സെർച്ച് ചെയ്യുക,
പോക്സോ എന്ന് എഴുതുക. എന്നിട്ട് പോക്സോയുടെ ഫുൾ ഫോം എന്താണ്? പ്രിവെൻഷൻ ഓഫ്, ബാക്കി ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് അത് കുറച്ചും കൂടി ഉറയ്ക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കുറച്ച് ഇൻ്ററാക്റ്റീവായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയും നിങ്ങൾ വെറുതെ ഹെഡ്സെറ്റ് വെച്ചിട്ട് വെറുതെ കേട്ടിരിക്കുകയും ഇതൊന്നും തന്നെ ഓർക്കാനും പോകുന്നില്ല. അപ്പോൾ പോക്സോ എന്ന് എഴുതുക. എന്താണ് പോക്സോ എന്ന വേർഡിൻ്റെ ഫുൾ ഫോം എന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. എ സ്പെഷ്യൽ ലോ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഒഫൻസസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. സെക്കൻഡ് ഈസ് പോക്സോ ഈസ് ജെൻഡർ ന്യൂട്രൽ. തേർഡ് ഈസ് ഇൻ ക്യാമറ ട്രയൽ ഓഫ് കേസസ്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് പോക്സോ ഒരു സ്പെഷ്യൽ ലോയാണ്, പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഒഫൻസസ് ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. ശരിയാണ്. പോക്സോ ഈസ് ജെൻഡർ ന്യൂട്രൽ. പോക്സോ ജെൻഡർ ന്യൂട്രൽ ആണ്. ചിൽഡ്രൻസിനെ അങ്ങനെ ജെൻഡർ വേർതിരിച്ച് കണ്ടിട്ടില്ല. അത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിയമമാണ്. അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെയുള്ളൊരു നിയമം, സ്ത്രീകൾക്കെതിരെയുള്ള നിയമം, അത്തരത്തിലുള്ളൊരു നിയമമല്ല. അതൊരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നിയമമാണ്. ഇൻ ക്യാമറ ട്രയൽ ഓഫ് കേസസ്, അതായത് ഇൻ ക്യാമറ ട്രയൽ എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ, അതായത് പത്രത്തിലൊന്നും ഒരുപാട് ന്യൂസുകൾ അതിനെക്കുറിച്ച്, കാരണം അവരുടെ ഒരു പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപാട് പബ്ലിഷ് ചെയ്യുവാൻ കഴിയില്ല. അത്തരത്തിലുള്ള ട്രയലാണ് ഇൻ ക്യാമറ ട്രയൽ ഓഫ് കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ആൻസർ ഈസ് 10ന്റെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ദർ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? കണ്ടോ, NHRCയെ കുറിച്ച് വീണ്ടും ചോദ്യം ചോദിച്ചിരിക്കുന്നു. നോട്ട് കറക്റ്റ്. NHRCയിൽ ഈ താഴെ പറയുന്നവയിൽ NHRCയിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് NHRC ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. Second statement, the commission is responsible for spreading awareness among the masses. Third statement, chairperson of the National Commission for Women is an ex officio member of NHRC. Fourth, members of NHRC are appointed by President in consultation with the Chief Justice of Supreme Court of India. ഇതിൽ തെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ NHRC ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, NHRC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം പാർലമെന്റിന്റെ ആക്ട് എന്നാണ്. അങ്ങനെ ഒരു ആക്ടിലൂടെ ഫോം ചെയ്ത ബോഡി ആയതുകൊണ്ട് തന്നെ NHRCയെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുവാൻ കഴിയും. Second statement, the commission is responsible for spreading awareness among the masses. ജനങ്ങളിലേക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളൊരു ചുമതല കൂടി NHRCക്കുണ്ട്. തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ എത്ര നേരം നിങ്ങൾക്ക് ലെഷർ ടൈമിനുള്ള അവകാശമുണ്ട്, ഇത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നുണ്ടോ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വർക്ക് NHRCക്കുണ്ട്. ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഈസ് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് NHRC. വൾണറബിൾ സെക്ഷൻസിൽ പെടുന്നതാണ് വിമൻ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, അല്ലേ? അപ്പോൾ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഈസ് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് NHRC. അതും ശരിയാണ്. Third, fourth statement, members of NHRC are appointed by President in consultation with the Chief Justice of Supreme Court of India. Members of NHRC members appoint ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. തെറ്റാണ്. NHRC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NHRC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൻ്റെ അകത്തൊരു റെക്കമെൻഡിങ് കമ്മിറ്റി ഉണ്ട്. ആ റെക്കമെൻഡിങ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്താണ് പ്രസിഡന്റ് NHRC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ 4 ആണ്. സുപ്രീം കോടതി ജഡ്ജിയുമായിട്ട് കൺസൾട്ടേറ്റ് ചെയ്യുന്നില്ല. 11ന്റെ ഉത്തരം ഓപ്ഷൻ 4 ആണ്. 12, റിക്രൂട്ട്മെന്റ് ടു ഓൾ ഇന്ത്യ സർവീസ് ഈസ് മെയ്ഡ് ബൈ. ഓൾ ഇന്ത്യ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ,
ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ എ നോക്കിയാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾ ഇന്ത്യ സർവീസിലേക്ക് പരീക്ഷ നടത്തുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? UPSC. കറക്റ്റ് ആൻസർ 12, ഓപ്ഷൻ എ. സ്റ്റേറ്റ് PSC ഉണ്ട്, അത് സ്റ്റേറ്റിലുള്ള പരീക്ഷകൾ നടത്തുന്ന സ്റ്റേറ്റ് PSC ആണ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ പാർലമെന്റിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഒരു റെസൊല്യൂഷനിലൂടെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ജോയിന്റ് JPSC, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു കമ്മീഷനാണ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന SSC, അവരും പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ സർവീസിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who gives recognition to political parties in India? നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ നോക്കിയപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സിലബസിന്റെ ഓരോ കീവേഡും എടുത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ, അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യമാണത്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന് റിക്കഗ്നിഷൻ കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യൻ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആണോ? അല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മെമ്പേഴ്സ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നാണ് MP-മാർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് റിക്കഗ്നിഷൻ കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് റിക്കഗ്നിഷൻ കൊടുക്കുന്നത് ആരാണ്? അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി റിക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് റിക്കഗ്നിഷൻ കൊടുക്കുന്നത്. ഓപ്ഷൻ സി. 13ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 32 അനുസരിച്ച് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, വയലേറ്റ് ചെയ്യപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചിരുന്നു, റിറ്റ് ജുറസ്ഡിക്ഷൻ, WRIT, റിറ്റ് ജുറസ്ഡിക്ഷൻ. ഏതൊക്കെ റിറ്റുകൾ ഉണ്ട് എന്ന് നോക്കി വെക്കുക. അടുത്തത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? 13, ആൻസർ സി ആണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 14 റിറ്റ് ജുറസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എ കമാൻഡ് ഈസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് വിത്ത് എ പബ്ലിക് ഒഫീഷ്യൽ റെഫ്യൂസസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മൻഡാമസ്, ഓപ്ഷൻ സി സെർഷ്യോററി, ഓപ്ഷൻ ഡി കോ വാറണ്ടോ. നിങ്ങളപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ എല്ലാ രേഖകളും നിങ്ങൾ ഹാജരാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാ രേഖകളും ഹാജരാക്കിയതിന് ശേഷവും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിച്ചാൽ, ഇഫ് എ പബ്ലിക് ഒഫീഷ്യൽ റെഫ്യൂസസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുവാൻ, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു പബ്ലിക് ഒഫീഷ്യൽ തയ്യാറാവുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് വി കമാൻഡ്, ഞങ്ങൾ നിങ്ങളോട് ഉത്തരവിടുന്നു എന്ന അർത്ഥം വരുന്ന ഒരു റിറ്റ് പുറപ്പെടുവിക്കും. ആ റിറ്റാണ് ഓപ്ഷൻ ബി, മൻഡാമസ്, വി കമാൻഡ്. അപ്പോൾ 14ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള റിറ്റുകളൊന്ന് നോക്കാം. ഒന്നാമത്തെ റിറ്റ് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വ്യക്തി ഇപ്പോൾ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ കഴിയും. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി ഉത്തരവിടും ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തിരോധാനത്തിന്റെ റീസൺ എന്താണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഉത്തരവിടും. അതാണ് ഹേബിയസ് കോർപ്പസ്. സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം അതും ഒരു റിറ്റ് ആണ്. ടു ബി സർട്ടിഫൈഡ് എന്നാണ് സെർഷ്യോററി. കോ വാറണ്ടോ, ഇപ്പൊ അർഹിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തി ആ പോസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിറ്റ് ആണ് കോ വാറണ്ടോ. വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഈ റിറ്റുകൾ ഓർത്തിരിക്കുവാൻ ഒരു കോഡുണ്ട്, CPMHQ എന്നോർത്താൽ മതി. CPMHQ. C for certiorari, P for prohibition, M for mandamus,
H for habeas corpus, Q for quo warranto. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Institution which is competent to inquire into corruption allegations against Prime Minister or a minister in the Union government or a member of parliament. ഇവർക്കെതിരെ ഉള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ പ്രാപ്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ലോകായുക്തയാണ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ഹൈക്കോർട്ട്, ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ്, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് ലോക്പാൽ. അപ്പോൾ നമുക്ക് ലോക്പാലും ലോകായുക്തയും പഠിക്കുവാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, PSC എത്ര മനോഹരമായിട്ടാണ് ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ലോകായുക്ത എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചാടിക്കേറി വല്ലവരും ലോകായുക്ത എഴുതി കഴിഞ്ഞാൽ തെറ്റി. കാരണം ചോദ്യം വന്നിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റർ ഇൻ യൂണിയൻ ഗവൺമെന്റ്, മെമ്പർ ഓഫ് പാർലമെന്റ്, എല്ലാം സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ കറപ്ഷൻ, അവർക്കെതിരെ വരുന്ന അലിഗേഷൻസ് അന്വേഷിക്കുവാൻ പ്രാപ്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോക്പാലാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ടു ലോക്പാലിൻ്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണെന്ന്. അപ്പോൾ ലോക്പാലാണ് ഇതിന് പ്രാപ്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 15ന്റെ ഉത്തരം 15, ആൻസർ ഡി. ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ, MLA ഇവരുടെയൊക്കെ കറപ്ഷൻ അന്വേഷിക്കുവാൻ പ്രാപ്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോകായുക്തയാണ്. ഹൈക്കോർട്ടും ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ പ്രൊസീജിയർ ഫോർ ദ ഇലക്ഷൻ ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്? അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും പേര് ചേരുന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതിൽ ചോദിച്ചിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 54. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ 352 എന്താണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ഹൈഫൺ ഏതാണ് ആർട്ടിക്കിൾ, ഫിനാൻഷ്യൽ എമർജൻസി ഏതാണ് ആർട്ടിക്കിൾ എഴുതി വെക്കുക. ഫിനാൻഷ്യൽ എമർജൻസിയുടെ അവിടെ എഴുതുക, ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ വരാത്ത എമർജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ എമർജൻസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സി കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ 325 യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 325. പിന്നെ ഓപ്ഷൻ ഡി എന്താണ് കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 66. ഈ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി നോക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം 16ന്റെ ഉത്തരം 16 ആൻസർ ബി ആണ്. 17, ആസ് പെർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എ പ്രോഡക്റ്റ് മാനുഫാക്ചറർ ഷാൾ ബി ലയബിൾ ഇൻ പ്രോഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ if ഓപ്ഷൻ എ the product contains a manufacturing defect, the product is defective in design, there is a deviation from manufacturing specification, the product does not conform to the express warranty. അപ്പം ഒരു പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷന് അദ്ദേഹം ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറർ ആവുന്നത് ഏത് സാഹചര്യത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലയബിലിറ്റി ആക്ഷൻ്റെ കീഴിൽ വരും. ഡിഫക്റ്റീവ് ഇൻ ഡിസൈൻ, പറ്റിക്കപ്പെടുവാനുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ വരും. ദ ഡീവിയേഷൻ ഫ്രം മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷൻ, ഇന്ന കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടെങ്കിലും വരും. ദ പ്രൊഡക്റ്റ് ഡസ് നോട്ട് കൺഫേം എക്സ്പ്രസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും വരും. അപ്പോൾ ഉത്തരം എന്താണ്? 17ന്റെ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട എത്ര ചോദ്യങ്ങൾ നമ്മൾ കണ്ടു? ഈ 18 ചോദ്യങ്ങളിൽ ഒരു 2-3 ഒക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ കൂടുതൽ ചോദ്യം വരുന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഏരിയ. ആ ഏരിയ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ട് ഇപ്പോൾ ലോക്പാൽ ലോകായുക്തയുമായിട്ട് ബന്ധപ്പെട്ടതും NHRCയുമായി ബന്ധപ്പെട്ടതും RTIയുമായി ബന്ധപ്പെട്ടതും ഒക്കെ കുറേ ചോദ്യങ്ങൾ നമ്മൾ 18 ചോദ്യങ്ങൾക്കിടയിൽ തന്നെ 2-3 ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കി വെക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഹൗ മച്ച് ടൈം ഈസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പേഴ്സൽ ഓഫ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് കൺസേൺസ് ഓൺ ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ എത്ര നേരം എത്ര സമയമെടുക്കാം ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുവാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു ഇൻഫർമേഷൻ 30 ദിവസം ഇൻഫർമേഷൻ 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആവും. അത് നോർമൽ കേസിലാണ്. പക്ഷേ ജീവനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിനുള്ള ടൈം എന്ന് പറയുന്നത് 2 ദിവസം അല്ലെങ്കിൽ 48 hours ആണ്. 48 hours. അപ്പോൾ 18ന്റെ ആൻസർ ബി ആണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഡിയിൽ 30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫ്യൂസ് ആവാതിരിക്കുക, ഉറപ്പിച്ചോളൂ. ഒരു വ്യക്തിയുടെ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ റിലേറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ 2 ദിവസം 48 hours. 18ന്റെ ആൻസർ ബി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 19. Which among the following is the qualification to be appointed as President of National Consumer Dispute Redressal Commission? അപ്പോൾ നമുക്ക് നാഷണൽ കൺസ്യൂമർ ആക്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നാഷണൽ കൺസ്യൂമർ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം, ഒന്നാമത്തെ ഓപ്ഷൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. 2 സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. 3 സിറ്റിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. 4 എനി പേഴ്സൺ വിത്ത് ഡീപ്പ് നോളജ് ഓൺ കൺസ്യൂമർ ഇഷ്യൂസ്. ഇതിൻ്റെ ഉത്തരം ബി ആണ്. ആൻസർ ഈസ് ബി. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ബി ആണ്. സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബിയും സിയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം ഉത്തരമാകുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി എന്താണ്? സിറ്റിംഗ് ഓർ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആണ്. അതിന് മോർ ആപ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഉത്തരം ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഇനിഷ്യേറ്റഡ് ഭൂമി പ്രൊജക്ട്? ഭൂമി പ്രൊജക്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലാൻഡ് റിഫോംസ് പഠിക്കുവാനുണ്ട്, അതുപോലെ ഗവൺമെന്റ് പോളിസീസും അതുപോലെ വെൽഫെയർ പോളിസീസും ഒക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. അതിനകത്ത് ഭൂമി പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ പ്രൊജക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കർണാടകയാണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് കേരളമാണ്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം, ഇത് ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ കറക്റ്റ് ഉത്തരം ലാൻഡ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട ഭൂമി പ്രൊജക്റ്റ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റാണ്. അപ്പോൾ 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ആൻസർ എ. 21. Who did coin the term bureaucracy to explain the government administration of non-elected officials? അപ്പോൾ ബ്യൂറോക്രസി എന്നുള്ള വാക്ക് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലേ? അപ്പം നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഈ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ ആ ഒരു ശ്രേണിയുടെ ഭാഗമായി നിങ്ങൾ മാറുകയാണ്. അപ്പോൾ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോൺ ഇലക്റ്റഡ് ഒഫീഷ്യൽസ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതി അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഉദ്യോഗസ്ഥർ. അവർ ഇലക്റ്റഡ് അല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല. അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടെന്യൂറുള്ള മെറിറ്റ് നോക്കി പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പാണ് ബ്യൂറോക്രാറ്റ്സ്. അവർ റിട്ടയർമെൻറ്റ് വരെ ഗവൺമെൻറ്റിനെ സർവ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അവർ പൊളിറ്റിക്കലി ന്യൂട്രലായിട്ട് ജോലി ചെയ്യുന്നു.
പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവൺമെൻറ് മാറാം, പക്ഷേ ബ്യൂറോക്രസി മാറുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ ഡേ ടു ഡേ ലൈഫിൽ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി ബ്യൂറോക്രാറ്റ്സ് തുടരുന്നു. അങ്ങനെ ബ്യൂറോക്രസിയെക്കുറിച്ച് ആ വാക്ക് കോയിൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാക്സ് വെബർ, ഓപ്ഷൻ ബി മാർട്ടിൻ ആൽബോ, ഓപ്ഷൻ സി വിൻസെന്റ് ഡി ഗോർനി, ഓപ്ഷൻ ഡി ഹെർബർട്ട് എ സൈമൺ. ഇവരെല്ലാം തിങ്കേഴ്സ് ആണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തിങ്കേഴ്സ് ആണ്. നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിങ്കേഴ്സിനെ കുറിച്ചും അവരുടെ തിയറിയെക്കുറിച്ചും വളരെ ചെറിയ രീതിയിൽ പഠിക്കുവാനുണ്ട്. വളരെ ചെറിയ രീതിയിൽ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അതിൻ്റെ ഓരോ തിങ്കേഴ്സും അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സും നമുക്ക് ഒരു PSC പരീക്ഷയിൽ ഒരുപാട് റിലവൻ്റ് ഒന്നുമല്ല. കാരണം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത് തന്നെ ഒരു വർഷം ഇരുന്ന് പഠിച്ചാലും തീരാത്തത്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബേസിക് ഐഡിയ ആണ് അതിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഒന്നാമത്തേത് മാക്സ് വെബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിലരൊക്കെ കൺഫ്യൂഷനായിട്ട് വെബേറിയൻ ബ്യൂറോക്രസി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി മാക്സ് വെബർ ആണോ ഫാദർ ഓഫ് ബ്യൂറോക്രസി എന്നൊക്കെ കേട്ടേക്കുന്നത് മാക്സ് വെബറിനെ കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 21 ആൻസർ സി ആണ്. വിൻസെന്റ് ഡി ഗൗർനി എന്ന വ്യക്തിയാണ്, വിൻസെന്റ് ഡി ഗൗർനി എന്ന തിങ്കറാണ് ബ്യൂറോക്രസി എന്ന വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നുള്ളൊരു വാക്ക് കോയിൻ ചെയ്ത വ്യക്തി വിൻസെന്റ് ഡി ഗൗർനെ. ഓപ്ഷൻ സി ആണ്. വെബേറിയൻ ബ്യൂറോക്രസി എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. കാരണം മാക്സ് വെബർ ബ്യൂറോക്രസിയെ കുറിച്ചൊരു തിയറി ഇറക്കിയിട്ടുണ്ട്. ആ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ്സിൽ ആ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ തിയറിയിലേക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോൾ ഫ്രീ നമ്പർ 1800-11/4000 ഈസ് ഡെഡിക്കേറ്റഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ടു people for redresses of their grievances related with. Option A anti-ragging helpline, option B consumer helpline, option C national health helpline, option D none of the above. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ താഴെ പറയുന്നവയിൽ ഏതിനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ആണ്. അപ്പോൾ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1800-11/4000. പക്ഷേ കുട്ടികളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ നാഷണൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ എന്നെഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് അതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് സൈഡിൽ എഴുതുക ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്. കാരണം അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ നാഷണൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ, അതുപോലെ കുട്ടികൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ തടയുവാനുള്ള കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുവാനുള്ള കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഏരിയയിൽ നിന്നും കവർ ചെയ്ത് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 22ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. വെൻ ഡിഡ് ദ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ സ്റ്റാർട്ടഡ് ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ? ICS എക്സാമിനേഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ. അപ്പോൾ നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പക്ഷേ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊളോണിയൽ ടൈം തൊട്ടുള്ള ഒരു പരീക്ഷയാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അത് ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത് ലണ്ടനിൽ വെച്ചാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ലണ്ടനിൽ വെച്ച് നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കാർക്ക്. ലണ്ടനിൽ പോയിട്ട് വേണം ഈ പരീക്ഷ എഴുതാൻ. അപ്പോൾ എന്നിട്ടും കുറേ പേരൊക്കെ ആ പരീക്ഷ അതിൻ്റെ അകത്ത് അപ്പിയർ ചെയ്ത് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടുള്ള ഇന്ത്യൻസിൻ്റെ ഒരു ഡിമാൻഡായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്തണം എന്നുള്ളത്. അപ്പോൾ വർഷങ്ങൾ നീണ്ട ആ ഒരു ഡിമാൻഡ് ബ്രിട്ടൻ അംഗീകരിക്കുകയും ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്തുവാൻ തുടങ്ങുകയും ചെയ്തു.
ആ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്താൻ തുടങ്ങിയ വർഷം ഓപ്ഷൻ എ 1922 1922 ആണ്. ഈ ചോദ്യത്തെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇപ്പം 1922 എന്നുള്ളൊരു ഫാക്ട് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കൂടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ കഴിയും. എങ്ങനെയെന്നല്ലേ, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1857 റിവോൾട്ട് 1857 ഷിബോയ് മ്യൂട്ടിനി അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് 1857 ഓക്കെ. അപ്പോൾ 1857 ഷിബോയ് മ്യൂട്ടിനിക്ക് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ഭരണം ഏറ്റെടുക്കുന്നത് 1857 ശേഷമാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗുഡ് ഗവർണൻസ് എന്ന് പറയുന്നത് 1858 ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബി ഓപ്ഷൻ വരില്ല. കാരണം 1854 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് സി ഓപ്ഷൻ 1864 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷിപ്പോയ് മ്യൂട്ടിനിയൊക്കെ കഴിഞ്ഞു. 1857 ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. 1858 ആക്ട് ഓഫ് ഗുഡ് ഗവർണൻസ്. അങ്ങനെ ആക്ട് ഓഫ് ഗുഡ് ഗവർണൻസിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്നു. ക്യൂൻസ് പ്രൊക്ലമേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 1888 ഒക്കെ ആകുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഫോം ചെയ്യുന്നത്. എ.ഒ. ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു ഫോർമേഷൻ്റെ ഒക്കെ ഒരു സമയം വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം മോഡറേറ്റ്സിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കും. ആദ്യം ഒരു മോഡറേറ്റ്സിൻ്റെ കാലഘട്ടം, പിന്നീട് ഒരു എക്സ്ട്രീമിസ്റ്റിൻ്റെ കാലഘട്ടം അല്ലേ. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അവരുടെ ഒരു സ്പ്ലിറ്റും, അതുപോലെ പിന്നെ ഒരു ഗാന്ധിയൻ ഇറ നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഒരു പോക്ക് പോകുന്നത്. അപ്പോൾ ഈ മോഡറേറ്റ്സിൻ്റെ കാലഘട്ടം തൊട്ടുള്ള ഒരു ഡിമാൻഡൊക്കെ ആയിരുന്നു ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നതിന് മുമ്പുള്ള 1864 ഉത്തരത്തിലേക്ക് വരില്ല. അങ്ങനെ നിങ്ങൾക്ക് ആ രണ്ട് ചോയ്സും എലിമിനേറ്റ് ചെയ്യാനും 1922 ഉത്തരത്തിലേക്ക് എത്തുവാനും കഴിയും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കണ്ടപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ 23ൻ്റെ ഉത്തരം എ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എപ്പോൾ മുതലാണ് ഇന്ത്യയിൽ വെച്ച് നടത്തി തുടങ്ങിയത്? 1922. 24ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി? വെബർ, മാക്സ് വെബർ, അദ്ദേഹം ഒരു തിങ്കറാണ്. ബ്യൂറോക്രസിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തിയറി ഉണ്ട്. അങ്ങനെ വെബറിൻ്റെ ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസിയുടെ പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് എന്താണെന്നാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഡിവിഷൻ ഓഫ് ലേബർ. സ്റ്റേറ്റ്മെന്റ് 1 ഡിവിഷൻ ഓഫ് ലേബർ. സ്റ്റേറ്റ്മെന്റ് 2 എക്സ്റ്റെൻസീവ് പേപ്പർ വർക്ക്. Statement 3 well-defined authority of hierarchy. Statement 4 impersonal nature. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് only 2 and 3 ആണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് all of the above ആണ്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് 1, 3 and 4 ആണ്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് 2, 3 and 4 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, 1, 3 and 4. വെബേഴ്സ് ഐഡിയൽ ടൈപ്പ് ഓഫ് ബ്യൂറോക്രസിയിലെ ഡിവിഷൻ ഓഫ് ലേബർ, ഓരോ വ്യക്തിയും ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുവാൻ കഴിയും. ആ വ്യക്തി ഇന്ന ഒരു സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോൾ അത് കഴിയുമ്പം ആരുടെ തൊട്ട് വേറൊരു സ്റ്റെപ്പ് വേറൊരു വ്യക്തിയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ഔട്ട്പുട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ പ്രോപ്പറാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കൊടുത്തത് വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ഹയറാർക്കി. അതായത് ഇപ്പോൾ ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിൽ സബ് കളക്ടർ ഉണ്ടാവും. ആ സബ് കളക്ടറിൻ്റെ കീഴിൽ ഗസറ്റഡ് ആയിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ടാവും. അവരുടെയും കീഴിൽ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും.
അവരുടെയും കീഴിൽ അവരുടെ താഴെയുള്ള ജൂനിയർ ക്ലർക്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ എവിടെയുണ്ട്? ബ്യൂറോക്രസിയിലുണ്ട്. അപ്പം ഏറ്റവും ഒരു സൈനിങ് അതോറിറ്റി ആയിട്ട് അവർക്കൊരു റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ടാവും. ആ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് ശേഷം ഏറ്റവും അവസാനമായിരിക്കും അത് കളക്ടറിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കളക്ടറാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ഇൻ എ സ്റ്റേറ്റ് ആണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ അത് കേന്ദ്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതാരായിരിക്കും? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതിപ്പോൾ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ഇൻ ഇന്ത്യ ആണ് ക്യാബിനറ്റ് സെക്രട്ടറി. അപ്പോൾ ഇതിൻ്റെ അത് ഉത്തരം എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ വരും, വെൽ ഡിഫൈൻഡ് അതോറിറ്റി ഓഫ് ഹയറാർക്കി വരും, ഇംപേഴ്സണൽ നേച്ചർ, അതായത് ഒരു വ്യക്തിപരമായിരിക്കരുത് ബ്യൂറോക്രസി. നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ നിയമത്തെ പരിപാലിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രാറ്റ്സ്. അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു റൂള് നോക്കിയിട്ട് ആ റൂളിൻ്റെ അകത്ത് പരിധിയിൽ വന്നുകൊണ്ട് വേണം ആ കാര്യം എടുക്കുവാൻ. ഓക്കെ, അപ്പോൾ ഇംപേഴ്സണൽ ആയിരിക്കണം ബ്യൂറോക്രസിയുടെ നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പം 24 ആൻസർ ഓപ്ഷൻ C.